എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഈ കുക്കർ അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഫ്ലെയിം ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് 2 വിസിൽ വരുത്തിയാൽ മതി. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്തു വന്നോളും. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, കാരണം നല്ല കട്ടിക്കുള്ള പാലാണ് നമുക്ക് ആവശ്യം. ഈ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി വെന്തു വന്നിട്ടുണ്ട്. 2 വിസിൽ വരുത്തിയ ശേഷം തന്നെത്താൻ തന്നെ ഇതിന്റെ സ്റ്റീം പോയതിനു ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ 4 പച്ചമുളക് നടുകീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞതും 5-6 വെളുത്തുള്ളി അല്ലികൾ നടുകീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു സവാള നീളനെ കനം കുറച്ച് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വേഗം വഴണ്ടി വരുന്നതിനായി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൽ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി വാടി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാം. അതിനുശേഷം പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് ഈ സൈഡിലിട്ടിട്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം സവാളയും തക്കാളിയും ഈ പൊടികളും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്കൊക്കെ ഈ പൊടികൾ നല്ലവണ്ണം പിടിക്കുന്ന വിധത്തിൽ തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം നന്നായി യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കുക്കറിലെ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങിലേക്ക് എല്ലാ മസാലകളും വെജിറ്റബിൾസും ഒക്കെ നന്നായി പിടിക്കത്തക്ക വിധത്തിൽ തന്നെ മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം തന്നെ നന്നായി യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് തിളച്ചു വരുന്നത് വരെ നമുക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് കറി ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ബ്രെഡിനൊപ്പവും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.